വളരെ അപൂർവമായ ധാതുക്കൾ ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ ആവശ്യപ്പെടുന്ന അമേരിക്കൻ കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഇപ്പോൾ രംഗത്ത് വരികയാണ്. പ്രകൃതി വിഭവങ്ങൾ നൽകുന്നതിൽ പകരം യുക്രൈന് ഒരു സുരക്ഷയും അമേരിക്ക വാഗ്ദാനം ചെയ്യുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കരാർ സെലൻസ്കി തള്ളിക്കളഞ്ഞത്. യുക്രൈനും അതിന്റെ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാത്ത കരാറിൽ ഒപ്പിടേണ്ടെന്ന് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയതായി സെലൻസ്കി പറയുകയും ചെയ്തു. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബൈഡ്സൺ ബുധനാഴ്ചയാണ് കരാർ യുക്രൈന് കൈമാറിയത്. കരാർ താങ്ങാനുള്ള സെലൻസ്കിയുടെ തീരുമാനം ദീർഘവീക്ഷണമല്ലാത്തതായാണ് വൈറ്റ് ഹൗസ് കുറ്റപ്പെടുത്തിയത്. ജർമ്മൻ നഗരമായ മ്യൂണിച്ചിൽ നടന്ന സുരക്ഷാ സമ്മേളനത്തിനിടെയാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൾസ് കരാർ യുക്രൈന് മുന്നിൽ വെച്ചത്. റഷ്യൻ യുദ്ധത്തിൽ യുക്രൈന് സാമ്പത്തിക ആയുധ സഹായം നൽകുന്നതിന് പകരം അപൂർവ ധാതുക്കൾ അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയ്ക്ക് നൽകണമെന്നതാണ് കരാർ. ആണവ പ്രതിരോധ വ്യോമയാന മേഖലകളുടെ വികാസനത്തിന് സഹായിക്കുന്ന നിരവധി ധാതുക്കളുടെ ശേഖരമുള്ള രാജ്യമാണ് യുക്രൈൻ. ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ട്രംപാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ സുരക്ഷാ സഹായം ഉറപ്പു തരണമെന്നായിരുന്നു സെലൻസ്കിയുടെ ഉപാധി. എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് ആരംഭം കുറിക്കുകയാണോ ഈ തീരുമാനം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റഷ്യ യുക്രൈനെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്കയും റഷ്യയും ഒരുമിച്ച് യുക്രൈനെ തീർക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരികയാണ്.